വിരലുകൊണ്ട് ദിവസവും പല്ലിൽ അമർത്തിയ വളഞ്ഞ പല്ലുകൾ അല്ലെങ്കിൽ നിറതെറ്റിയ പല്ലുകൾ നേരെയാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഈ അവകാശവാദം സത്യമാണോ അതോ അതൊരു തെറ്റിദ്ധാരണയാണോ? ഇതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. വിരലുകൊണ്ട് ദിവസവും പല്ലിൽ അമർത്തിയ വളഞ്ഞ പല്ലുകൾ നേരെയാകുമോ? ബ്രേസസ് അല്ലെങ്കിൽ കമ്പിടാതെ തന്നെ വിരൽ ഉപയോഗിച്ച് പല്ലിന്റെ ഓർഡർ ശരിയാക്കാൻ പറ്റുമോ? ഇത്തരം സംശയങ്ങൾ പലർക്കും ഉണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പല്ല് എന്നത് വേറൊരു കട്ടിയുള്ള അസ്ഥി മാത്രമല്ല എന്നാണ്. ഓരോ പല്ലും താടിയലിനുള്ളിൽ ഒരു പ്രത്യേക സ്ഥാനത്താണ് നിൽക്കുന്നത്. പല്ലിന്റെ വേരുകൾ എല്ലിനുള്ളിലേക്ക് പോവുകയും അവയെ ചുറ്റിപ്പറ്റി പ്രത്യേക ടിഷ്യൂസും ലിഗമെന്റ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പല്ലിന്റെ സ്ഥാനം മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബ്രേസസ് അല്ലെങ്കിൽ അലൈനർ ഉപയോഗിച്ച് പല്ലുകൾ നേരെയാക്കുമ്പോൾ ഡെന്റിസ്റ്റ് വളരെ കൃത്യമായ അളവിൽ ഫോഴ്സ് നൽകുന്നു. ആ ഫോഴ്സ് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുമ്പോഴാണ് പല്ലുകൾ പുതിയ സ്ഥാനത്തേക്ക് മാറുന്നത്. ഇപ്പോൾ ചിന്തിച്ചു നോക്ക്, ഒരു ദിവസം കുറച്ച് മിനിറ്റ് വിരലുകൊണ്ട് അമർത്തുന്നത് ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കുമോ? ഉത്തരം ഇല്ല. വിരലുകൊണ്ട് അമർത്തുന്നതിലൂടെ പല്ലിന്റെ ഓർഡർ ശരിയാക്കാൻ സാധിക്കില്ല. ഇനി ഇതുകൊണ്ടുണ്ടാവുന്ന അപകട സാധ്യതകൾ നോക്കാം. ശാസ്ത്രീയമായി ഇത് എഫക്റ്റീവ് അല്ല എന്നതിന് പുറമെ ചില സിറ്റുവേഷൻസിൽ ഇത് ഡേഞ്ചർ ആകാം. കാരണം അധികം ഫോഴ്സ് പല്ലിനും മോണയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കാം. ചിലർ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ദിവസവും പല്ലുകൾ തള്ളിക്കൊണ്ടിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നേരെയാകും എന്നവർ കരുതും. പക്ഷെ യഥാർത്ഥത്തിൽ അത് സംഭവിക്കാറില്ല. പല്ലിന്റെ സ്ഥാനം മാറ്റാൻ ശാസ്ത്രീയമായ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് നിലവിലുള്ളത്. ബ്രേസസ്, സെറാമിക് ബ്രേസസ്, ക്ലിയർ അലൈനർ തുടങ്ങിയവ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ശരിയായ ചികിത്സ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്താണ്? പല്ലുകൾ വളയാൻ പല കാരണങ്ങളുണ്ട്. ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജനിതക ഘടകങ്ങൾ, കുട്ടിക്കാലത്ത് വിരൽ ഒടിക്കുന്ന അല്ലെങ്കിൽ തം സക്കിംഗ് ഹാബിറ്റ്, പാൽപ്പല്ലുകൾ നേരത്തെ നഷ്ടപ്പെടൽ, താടിയലിന്റെ വളർച്ചയിലെ വ്യത്യാസങ്ങൾ എന്നൊക്കെ അതിൽ ചിലതാണ്. അതുകൊണ്ട് വളഞ്ഞ പല്ലുകൾ കാണുമ്പോൾ വീട്ടിൽ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് പകരം ഒരു ഡെന്റിസ്റ്റിനെ സമീപിക്കുകയാണ് നല്ലത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ വീഡിയോസിനും സയന്റിഫിക് എവിഡൻസ് ഉണ്ടാവണമെന്നില്ല. കാഴ്ചക്കാരെ ആകർഷിക്കാൻ ചിലർ അതിശയോക്തിപരമായ കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസനീയമായ വിവരങ്ങൾ മാത്രം സ്വീകരിക്കുക. നിങ്ങളുടെ പല്ലുകൾ വളഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ നിരതെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നിരവധി സുരക്ഷിതമായ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ആധുനിക ബ്രേസസ്, സെറാമിക് ബ്രേസസ്, ക്ലിയർ അലൈനേഴ്സ് തുടങ്ങിയവ ഉപയോഗിച്ച് പല്ലുകൾ മനോഹരമായി നേരാക്കാൻ സാധിക്കും. പക്ഷെ അതെല്ലാം സ്പെഷ്യലിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: വിരലുകൊണ്ട് അമർത്തി വളഞ്ഞ പല്ലുകൾ അല്ലെങ്കിൽ നിരതെറ്റിയ പല്ലുകൾ നേരെയാക്കാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നത് സമയം നഷ്ടപ്പെടുത്തുകയും ചിലപ്പോൾ പല്ലിനും മോണയ്ക്കും ദോഷം ചെയ്യുകയും ചെയ്യും. പല്ലുകളുടെ ഓർഡറിൽ പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെയോ ഓർത്തോഡോണ്ടിസ്റ്റിനെയോ സമീപിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്